അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാനും സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന ചർച്ചകൾക്കിടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഉന്നതാധികാര സമിതി ഇന്ന് യോഗം ചേരുകയാണ്. ഒരു സീറ്റും വിട്ടുകൊടുക്കില്ല എന്ന് നേരത്തെ തന്നെ കേരള കോൺഗ്രസ് നിലപാടെടുത്തിട്ടുണ്ട്. ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, കുട്ടനാട്, ഇടുക്കി സീറ്റുകളാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, നേരത്തെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെ സീറ്റ് ഏറ്റെടുക്കലോ വച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും ആവശ്യമില്ല, സീറ്റ് വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് തീരുമാനം. അപ്പോൾ ഇന്നത്തെ ഉന്നതാധികാര സമിതി യോഗത്തിലും പ്രധാനപ്പെട്ട ചർച്ച ഇത് തന്നെയായിരിക്കുമോ? ഗുഡ് മോർണിംഗ് ജിൽസി, സൈഫുദ്ദീൻ. പ്രധാനമായും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് കേരള കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതി യോഗം കോട്ടയത്ത് ചേരുന്നത്. 10 മണിയോടുകൂടി ചെയർമാൻ PJ ജോസഫിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലേറ്റവും ചർച്ചയാകാൻ ഇടയുള്ള കാര്യം ഇപ്പോൾ നടക്കുന്ന ഈ സീറ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയാണ്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസിന്റെ പല സീറ്റുകളും ഉന്നമിട്ട് കോൺഗ്രസ് നടത്തുന്ന നീക്കങ്ങൾ. കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, അതോടൊപ്പം കുട്ടനാട്, ആലപ്പുഴ ജില്ലയിൽ, ഇടുക്കി ജില്ലയിലെ ഇടുക്കി സീറ്റ്, കോതമംഗലം സീറ്റ് അടക്കമുള്ള സീറ്റുകളിൽ ഉന്നമിട്ട് പല നീക്കങ്ങളും നടത്തുന്നുണ്ട്. കൂടാതെ തൃക്കരിപ്പൂർ സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കണമെന്ന പോസ്റ്ററുകളുമൊക്കെയും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാധ്യമ ചർച്ചകളടക്കം കേരള കോൺഗ്രസിനെ വലിയ രീതിയിൽ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സീറ്റും വിട്ടുകൊടുക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ് കേരള കോൺഗ്രസിനുള്ളത്. നേതാക്കൾ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യം ഇന്ന് ഉന്നതാധികാര സമിതി യോഗത്തിൽ ചർച്ചയാകും. എന്തായാലും ഉന്നതാധികാര സമിതി യോഗത്തിൽ നേതൃത്വം സീറ്റ് വിട്ടുകൊടുക്കില്ല, തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കണമെന്നുള്ള നിർദ്ദേശം നേതാക്കൾക്ക് നൽകുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കൂടാതെ കോൺഗ്രസ് നടത്തുന്ന നീക്കം മുന്നണി മര്യാദയുടെ ലംഘനമാണ് എന്നുള്ള കാര്യവും നേതൃത്വം അണികളെയും പ്രവർത്തകരെയും അറിയിക്കുകയും ചെയ്യും. എന്തായാലും എല്ലാ സീറ്റുകളും മത്സരിക്കേണ്ട സീറ്റുകളിൽ തയ്യാറെടുപ്പ് തുടങ്ങുക, മൊത്തമായി UDF എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ള നിർദ്ദേശമായിരിക്കും ഉന്നതാധികാര സമിതിയിൽ പ്രധാനമായും ഉയർന്നു വരിക. അതേസമയം കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് വിജയസാധ്യതയാണ്. വിജയസാധ്യത മുന്നിൽ കണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ചകളും നീക്കങ്ങളും നടത്തുന്നത് എന്നുള്ള കാര്യമാണ് കോൺഗ്രസ് നേതൃത്വം, കേരള കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ 10 മത്സരിച്ചപ്പോൾ 2 മാത്രമാണ് കേരള കോൺഗ്രസിനെ വിജയിക്കാനായത്. കടുത്തുരുത്തിയിലും ഇടുക്കിയിലും മാത്രമാണ് വിജയിക്കാനായത്. മറ്റിടങ്ങളിലൊക്കെയും തോറ്റുപോയിരുന്നു. ഈ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ എത്തുകയാണെങ്കിൽ കൂടുതൽ വിജയസാധ്യതയുണ്ട്. മധ്യകേരളത്തിലും അടക്കം കൂടുതൽ സീറ്റുകൾ UDFന് ഉറപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് മത്സരിക്കുകയാണെങ്കിൽ അത് വിജയസാധ്യത കൂട്ടുമെന്നുള്ള കാര്യമാണ് കോൺഗ്രസ് പറയുന്നത്. എന്തായാലും ഉഭയകക്ഷി ചർച്ചയിലൂടെ മാത്രം ഇക്കാര്യങ്ങളിലൊക്കെ അന്തിമ ധാരണയിലെത്താൻ കഴിയൂ എന്നുള്ളതാണ് UDF നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും അറിയാൻ കഴിയുന്നത്. കോൺഗ്രസിന് അത്തരമൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് സീറ്റ് വിട്ടു നൽകാൻ ഇടയില്ല. കൂടാതെ നേരത്തെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ പലകുറി കോൺഗ്രസ് നേതാക്കൾ UDFിലേക്ക് സ്വാഗതം ചെയ്തതിലടക്കം കേരള കോൺഗ്രസിന് എതിർപ്പുണ്ട്. അത് നേരത്തെ കേരള കോൺഗ്രസ് നേതാക്കൾ പരസ്യമാക്കുകയും ചെയ്തിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് ഉന്നതാധികാര സമിതി യോഗം ചേരുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ, അതോടൊപ്പം മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളടക്കം ഇന്നത്തെ ഉന്നതാധികാര സമിതി യോഗത്തിൽ ചർച്ചയാകും. സൈഫുദ്ദീൻ, ജിൽസി.